നമസ്കാരം, യുണൈറ്റഡ് കേരളയിലേക്ക് സ്വാഗതം. നാടിന്റെ നട്ടല്ലെന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ ഒരു യുവതലമുറയെ കളി പറഞ്ഞും കാര്യം പറഞ്ഞും കലിങ്ങിലും കവലയിലുമെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് തൊഴിലില്ലായ്മ എന്ന് തന്നെയാണ്. 2023 ശതമാനത്തിൽ 16.5 ആയിരുന്നെങ്കിൽ 2024 31.8 ആണത്. സെൻസെക്സിലും സ്കോർ ബോർഡിലും സാമ്പത്തിക പുരോഗതി ഇങ്ങനെ റിവേഴ്സ് ഗിയറിൽ പായുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തുകെട്ടിക്കിടപ്പാണ് 1 അല്ല 2 അല്ല 3.5 ലക്ഷം വരുന്ന ബിരുദധാരികൾ. ഒട്ടും ചേർച്ചയില്ലാതെ എന്തിനും ഏതിനും കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തിന്റെ ആശ്ചര്യ ചിഹ്നം പോലെ നീണ്ടു നിവർന്നു കിടക്കുകയാണ് യുവാക്കളെക്കാൾ തൊഴിൽ രഹിതരായ യുവതികളുടെ എണ്ണം. ഭാവി ജീവിതത്തിന്റെ ആശങ്കയിൽ കുഴങ്ങി കാനഡയിലേക്കും ജർമ്മനിയിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുമൊക്കെ ചേക്കേറുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ പ്ലാൻ വരച്ച് പദ്ധതി തയ്യാറാക്കുന്ന ഒരു ഗതികെട്ട സർക്കാരെ നിങ്ങളുടെ മൂക്കിൻ തുമ്പത്ത് കിടപ്പുണ്ട്. മൂർധാവിൽ കിട്ടിയ ഒരു അടി പോലെ മരണവിളി വിളിച്ചും മുട്ടിലിഴഞ്ഞും കുറെ ചെറുപ്പക്കാർ. ഞങ്ങൾക്കർഹമായ ജോലിദാ സർക്കാരെ എന്നല്ലാതെ വെട്ടിച്ചതും കടത്തിയതുമായ സ്വർണത്തിന്റെയും നോട്ടിന്റെയും പങ്കല്ല അവർ ചോദിക്കുന്നത്. നാഥനില്ലാതെയും ഒന്നുറച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വെമ്പൽ കൊള്ളുന്ന സ്ത്രീകളിൽ 46% തൊഴിൽ രഹിതരാണ്. ഒന്നാണ് സാർ, ഒന്നാമതാണ് കേരളം. അതിങ്ങനെ പടവലങ്ങ പോലെ താഴേക്ക് കുത്തിച്ചാടി വളരുന്നു. സംരംഭങ്ങൾ കുറയുന്നതാണ് തൊഴിൽ കുറയുന്നത് എന്ന അവകാശവാദം തളം കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ തുടങ്ങിയ സംരംഭങ്ങൾ കടം വാങ്ങി കയർ വാങ്ങി അവസാനിപ്പിക്കുന്ന ഈ നമ്പർ 1 കേരളത്തിൽ സധൈര്യം ആര് തുടങ്ങും സാർ ഒരു സംരംഭം? ശരിയാണ് സാർ, ഒന്നാമതാണ് കേരളം. ഇനിയെങ്കിലും ഈ പൊഴിവാക്കുകൾ ഒരു ജനതയോട് പറയാൻ ഉളുപ്പിനെങ്കിലും ലേശം ഉളുപ്പ് വേണം.